ഒരു അമ്മയെ അവൻ എന്നിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും എൻ്റെ അടുക്ക കൂടുതലായിട്ട് അടുക്കുമായിരുന്നു. എപ്പോഴും സ്കൂളിൽ വരുമ്പോൾ ആദ്യം എന്നെ വന്ന് ക്ലാസ്സിൽ കണ്ട് എന്നോട് സംസാരിച്ചിട്ടൊക്കെയാണ് ക്ലാസ്സിലോട്ട് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആ ചിരിയോ സന്തോഷവും നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അഭിഷേകിനെ കാണുമ്പോൾ അല്ലേ. അതുപോലെ രണ്ടുപേരും അഭിഷേകിന്റെ അമ്മമാരെ പോലെയാണ്. ആരോടും പുള്ളിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താറുണ്ടായിരുന്നില്ല. അതായത് അമ്മയില്ല, അല്ലെ അച്ഛൻ ഭയങ്കര ഹീറോയാണ്. അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ. എന്ത് പറഞ്ഞാലും എനിക്ക് അച്ഛനെ പോലെ ആകണം എന്നാണ്. മാംസദാഹത്തിന് വേണ്ടിയിട്ട് ഒരാളെ അങ്ങനല്ല. ഹീസ് നോട്ട് ദാറ്റ് ഫ്ലർട്ടി. അവൻ ആരോടും ഫ്ലർട്ട് ചെയ്യാറില്ല, ഒരാളോടും ഫ്ലർട്ട് ചെയ്യാറില്ല, കൂടെ പഠിക്കുന്ന പെൺപിള്ളേരോട് ഫ്ലർട്ട് ചെയ്യാറില്ല. കാരണം നമ്മുടെ കുട്ടിയല്ലേ, നമ്മുടെ മോനാണല്ലോ. അപ്പൊ നമുക്ക് തന്നെ അവൻ വിന്നറായിട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സിനാവട്ടെ പ്രിൻസിപ്പലിനാവട്ടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പൊ അഭിഷേക് എങ്ങനെയാണ്, കുഞ്ഞ് അഭിഷേക് എങ്ങനെയാണ്, അഭിഷേക് ഈ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അവരുടെ ഫീലിങ്സ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അത് മാത്രല്ല, ഇവിടെ ഒരുപാട് ഓർമ്മകൾ വെച്ചിട്ടാണ് അഭിഷേക് പിന്നെ ഉയരങ്ങളിലേക്ക് എത്തിയത്. ഇവിടുത്തെ ടീച്ചേഴ്സിനാണ് ഒരുപാട് ഇഷ്ടമാണ് അവർ ഇന്നും. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ബാ. ഇനി നമ്മൾ പോകുന്നത് അഭിഷേകിന്റെ അമ്മമാരുടെ അടുത്താണ്, അതായത് ടീച്ചേഴ്സിന്റെ അടുത്താണ്. അപ്പൊ ടീച്ചർ ഞാൻ ചോദിക്കാം, നിങ്ങൾ രണ്ടിടത്തും കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ആദ്യം ചോദിക്കും, എങ്ങനെയായിരുന്നു ആ കുട്ടി അഭിഷേക്? മീൻസ് 3ാം ക്ലാസ് മുതൽ 10th വരെ ഇവിടെ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് ആ അഭിഷേക് എന്ന് പറയുന്നത്? ആ കുട്ടി മിടുക്കനായിരുന്നു. അവന് ക്ലാസ്സിലാണേലും വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല സ്നേഹത്തോട് കൂടിയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എന്നോട് ഒരു അമ്മയെ അവൻ എന്നിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും എൻ്റെ അടുക്ക കൂടുതലായിട്ട് അടുക്കുമായിരുന്നു. എപ്പോഴും സ്കൂളിൽ വരുമ്പോൾ ആദ്യം എന്നെ വന്ന് ക്ലാസ്സിൽ കണ്ട് എന്നോട് സംസാരിച്ചിട്ടൊക്കെയാണ് ക്ലാസ്സിലോട്ട് പോകുന്നത്. പിന്നെ ടീച്ചേഴ്സ് ഡേ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുമ്പോൾ അവൻ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടു തരുമായിരുന്നു. നല്ല സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരോടും ഇടപെട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ തന്നെയാണെങ്കിലും സ്പോർട്സിലൊക്കെ നല്ല മിടുക്കനായിരുന്നു. എല്ലാം കൊണ്ടൊരു മിടുക്കനാണ്. അപ്പൊ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കും മീൻസ് ഒരു എന്താ പറയാ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കണ്ടപ്പോൾ എന്താണ് ടീച്ചറിന് തോന്നിയത്? ഒരുപാട് സന്തോഷം തോന്നി. അവൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ സ്പോർട്സിലൊക്കെ ആണെങ്കിലും അത്രയും അവൻ എപ്പോഴും ജയിക്കണം എന്ന് തന്നെ ഒരു ആത്മവിശ്വാസം എടുത്ത് തന്നെയാണ് ഓരോന്നിനും പങ്കെടുത്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ബിഗ് ബോസിലും കാണുന്നുണ്ട്, നമ്മൾ കണ്ടു. അപ്പം അവൻ അതുകൊണ്ടായിരിക്കുമല്ലോ ടോപ്പ് 5 വന്നത്. ആണ്. ടീച്ചറിന്റെ അടുത്തേക്ക് പോവാണെങ്കിൽ എന്താണ് ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത്? ഓർമ്മകള് തേർഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 4th സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഇവിടെ വന്നപ്പോ തൊട്ട് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്നേഹം എല്ലാവരോടും, എല്ലാ ടീച്ചേഴ്സിനോടും നല്ല സ്നേഹവും. എങ്ങനെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന കുട്ടിയായിരുന്നു. ഇഷ്ടം അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന ഒരു മോൻ തന്നെയായിരുന്നു. രണ്ടുപേരും അഭിഷേകിന്റെ അമ്മമാരെ പോലെയാണ്. മീൻസ് അത്രയും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സന്തോഷമില്ലേ? കാരണം പഠിപ്പിക്കുന്ന കുട്ടി നമ്മളെ അമ്മയായി കാണാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാണുമ്പോൾ ശരിക്കും ബിഗ് ബോസ് കാണുന്നത് തന്നെ അഭിഷേകിനെ കാണാനാണ്. അപ്പൊ അഭിഷേകിനെ കണ്ടില്ലെങ്കിലും അഭിഷേക് എന്ത് ചെയ്യും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത് കാണുമ്പോൾ അത് തന്നെ അഭിഷേക് എന്ത് ചെയ്യും എന്നുള്ളൊരു. അത് ഇടയ്ക്ക് അഭിഷേക് ഒന്ന് സൈലന്റ് ആയപ്പോ ഭയങ്കര വിഷമം. എന്ത് പറ്റി എന്നുള്ള ഒരു വിഷമമായിരുന്നു. ഈ എന്താ പറയാ, ഗ്രാൻഡ് ഫിനാലെ വന്നോണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്താ ടീച്ചർ പറയാനുള്ളത്? വിന്നർ ആകണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം നമ്മുടെ കുട്ടിയല്ലേ, നമ്മുടെ മോനാണല്ലോ. അപ്പൊ നമുക്ക് തന്നെ അവൻ വിന്നറായിട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഒരുപാട് കാര്യങ്ങള് മീൻസ് നമ്മളൊരു സിമ്പതിക്ക് വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിലും ആളൊരു മദേഴ്സ് ഡേയുടെ ആ ലെറ്റർ വായിച്ചല്ലോ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമാരെ പോലെ അല്ലെങ്കിൽ അമ്മയാണെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ പഠിപ്പിച്ച ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മളെ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ ആ ഒരു ലെറ്റർ വായിച്ചപ്പോ മദേഴ്സ് ഡേക്ക്, എന്തായാലും നിങ്ങളും അമ്മമാരാണല്ലോ, അപ്പം എന്ത് തോന്നി ആ ഒരു ലെറ്റർ വായിച്ചപ്പോ? മദേഴ്സ് ഡേയുടെ ആ ലെറ്റർ വായിച്ച് നമുക്കത് ഫുള്ള് കേൾക്കാൻ പോലും പറ്റിയില്ല. ആ ഒരവസ്ഥയായിപ്പോയി, അത്രയ്ക്ക് വിഷമമായിപ്പോയി. പിന്നെ അത് വീണ്ടും അത് കാണുമ്പോഴും അത് തന്നെ അവസ്ഥയാണ്, അത് തന്നെയായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോഴും ടീച്ചർ പറയുമ്പം ടീച്ചറിന്റെ കണ്ണുനീര് വരുന്നുണ്ട്. കാരണം അത് വായിക്കുന്ന ആരാണെങ്കിലും കരയാണ് ചെയ്യാം. പക്ഷെ അപ്പോഴും ഭയങ്കര ഈസി ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും സിമ്പതി ഒന്നും വേണ്ട,
അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എസ് ഓർ നോ എഴുതാൻ വയ്യാത്തത് കൊണ്ട് ഇതൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മയുടെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു മകൻ അമ്മ ഇല്ല എന്ന് അറിഞ്ഞപ്പോ എന്നാണ് ടീച്ചറിന് തോന്നിയത്? എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, സാറിൽ നിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. സാറ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജോലിയോട് എന്താ ഇത്രയും അടുപ്പം അഭിഷേകം കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എനിക്കറിയാം കുഞ്ഞിന് അമ്മയില്ല, അപ്പൊ ആ ഒരു സ്നേഹം ഞാനും തിരിച്ചു കൊടുക്കുന്നുണ്ട്, അത്രയും സന്തോഷത്തോട് തന്നെയാണ് ഞാനും കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ലെറ്റർ വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും വിഷമം തോന്നി. എപ്പോഴെങ്കിലും അഭിഷേകിനോട് വിഷമം എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. കാരണം മോനായിട്ട് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവനോട് ഞാൻ അങ്ങനെ ഒരു വിഷമമുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല. എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ സംസാരിച്ചു. പ്രത്യേകിച്ച് സിമ്പതി ഇഷ്ടമല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ സംസാരിക്കുകയാണെങ്കിലും അഭിഷേകിന്റെ ടീച്ചേഴ്സ് ആണ്. അപ്പൊ ടീച്ചേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല നമ്മൾ ഒരിക്കലും സിമ്പതിയുടെ ഒരു അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മള് നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, കാരണം ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ചാല് അറിയാലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം അഭിഷേകിന് ഒരു ഉപദേശം കൊടുക്കണം, കാരണം ഗ്രാൻഡ് ഫിനാലെ വരികയാണ്. അപ്പൊ എന്തായിരിക്കും പറയാ? ക്യാമറ നോക്കി പെട്ടെന്ന് പറഞ്ഞു. അഭിഷേകായിട്ട് നിന്ന് വിന്നറാകുക. അഭിഷേകായിട്ട് ആണ് നിൽക്കുന്നത്, അഭിഷേകായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നിന്ന് വിന്നറാകുക. എന്നാ ഒന്ന് പറഞ്ഞേ, കപ്പടിച്ചിട്ട് വരാൻ പറ. അഭിഷേകെ മോനെ ഇതുപോലെ തന്നെ നിന്ന്, മോൻ ഇപ്പൊ എങ്ങനെയാണോ നിൽക്കുന്നേ അതുപോലെ തന്നെ നിന്ന് മോനെ കപ്പടിച്ചിട്ട് വരും. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പൊ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിനെ പഠിപ്പിച്ച അധ്യാപകനും അതുപോലെ തന്നെ ശ്രീനാരായണ വിദ്യാപീഠത്തിലെ പ്രിൻസിപ്പാളുമായ സാറാണ്. സാർ, വെൽക്കം ടു ഷോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് ഇവിടെയാണ് പഠിച്ചത് അഭിഷേക്. അപ്പം എങ്ങനെയാണ് ആളുടെ ഒരു ക്യാരക്ടർ? കുഞ്ഞിലെ ഭയങ്കര സൈലന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്, ഫാദറിൻ്റെ അടുത്തു നിന്നാണെങ്കിലും എന്താ പറയാ ഫാമിലിയുടെ അടുത്തു നിന്നാണെങ്കിലും. അപ്പം ടോട്ടലി ആൾ എങ്ങനെയാണ് ആളുടെ ഒരു ബിഹേവിയർ എന്ന് പറയണേ? ഈ അഭിഷേക് ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങൾ, തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. ആള് 4-ാം ക്ലാസ് തൊട്ട്, അതായത് അമ്മയുടെ മരണത്തിന് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് വന്നു, ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തു. 3-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഇന്ന് കാണുന്ന അഭിഷേക് തന്നെയായിരുന്നു അന്നും. പിന്നെ കുഞ്ഞായിരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആൾ വളരെ സീരിയസ് ആണ്, മെച്ചുവറാണ്, അധികം സംസാരിക്കാറില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കും, ആരോടും വഴക്കൂടാറില്ല, നല്ല കുട്ടി, എപ്പോഴും നല്ല കുട്ടി. അച്ഛൻ ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ. അപ്പം അച്ഛനാണെങ്കിൽ എയർഫോഴ്സിലോ അങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ വലിയ ആഗ്രഹിച്ച ആളായിരുന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ബിസിനസ്സിലേക്ക് പോയത്. അപ്പോൾ അച്ഛന് നടക്കാതെ പോയതൊക്കെ എന്നെക്കൊണ്ട് നടത്താൻ കഴിയണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പറയാം, ഷെയർ ചെയ്യുക. അതും എല്ലാവരോടും ഒന്നുമില്ല, എന്നോട് മെയിനായിട്ട്, പിന്നെ 1-2 ടീച്ചേഴ്സിനോട്. ആ ടീച്ചേഴ്സിൽ ഒരുപക്ഷെ സ്വന്തം അമ്മയെ കണ്ടിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും അവരോടും. അല്ലാതെ കൂട്ടുകാരോടോ മറ്റ് ടീച്ചേഴ്സിനോടോ ഒന്നും പുള്ളി സെൻറ്റി അടിക്കാറില്ല, ഒരു സെൻറ്റി അടിക്കാറില്ല. വളരെ നല്ല കുട്ടിയായിരുന്നു.